നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മുഖ്യമന്ത്രി എന്നൊക്കെയാണ് പറയുന്നത്. സംഗതി ശരിയാകട്ടോ. ഞങ്ങൾക്കിട്ട് തന്ന പണി 8ൻ്റെ പണിയെന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കണം. ഈ ക്ഷേമ പെൻഷൻ വിതരണം അത് മുഴുവൻ ഞങ്ങൾ സഹകരണ സംഘം വഴിയാക്കിയായിരുന്നു. സഹകരണ സംഘത്തിൽ പണം വരും, അത് വിതരണം ചെയ്യാനായിട്ട് ആളുകൾ പോകും. അപ്പം ഞങ്ങളും കൂടെ പോകും. DYFIയും പാർട്ടിക്കാരും ചിലയിടത്തൊക്കെ ഞങ്ങൾ ഈ ഘടകകക്ഷിക്കാരെയും വിളിക്കും. ഞങ്ങളോട് ചെന്നിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ വാങ്ങുന്നവരെന്താ വിചാരിക്കുന്നത്? ഇത് CPM തരുന്നതാണെന്നാ. മനസ്സിലായില്ലേ? ഇത് പിണറായി വിജയൻ്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഈ ആളുകൾക്ക്, അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ അർഹരായ ആളുകൾക്ക് നേരിട്ട് കൊടുക്കുന്നതാണെന്ന് അവരൊക്കെ വിചാരിച്ചു വച്ചിരിക്കുന്നത്. ഞങ്ങളങ്ങനെ പറയുകയും ചെയ്യും. അങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത്. അത് മാത്രമല്ല, ഇതിൽ നിന്നൊരു വെട്ടുമേനി ഞങ്ങൾ അടിക്കുകയും ചെയ്യും. അത് കുറേ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതായത് ഒരു 2000 രൂപ പെൻഷനുള്ളവരുടെ ഇന്ന് ഒരു 400 രൂപ ചിലവില്ലേ? വീട്ടിലൊക്കെ ചെല്ലുന്നതിന് ചിലവില്ലേ? വെള്ളം കുടി നടക്കണ്ടേ? എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കണ്ടേ? അല്ലെങ്കിൽ കൊച്ചു കൊച്ചു ചിലവുകളൊക്കെ അതിൻ്റെ കൂട്ടത്തിലങ്ങ് നടന്നു പോകുമായിരുന്നു. ഇപ്പോൾ അതാ പുള്ളിക്കാരൻ ചെയ്ത പണി കണ്ടോ? അത് ബാങ്ക് വഴിയാക്കിയിരിക്കുക. ബാങ്ക് വഴിയാകുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഇടപെടാൻ പറ്റത്തില്ലല്ലോ. 5 പൈസ അതെന്ന് അടിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് സമരമെങ്കിൽ സമരം, അതിനെതിരായിട്ട് പ്രക്ഷോഭം നടത്തുക എന്നാണ് നമ്മുടെ തീരുമാനം. ഇത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. പുള്ളിക്കാരൻ്റെ ഓരോ പണികളും ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ അവസാനിപ്പിച്ച പല കേസുകളും ഇപ്പോഴേ പുനരന്വേഷണം നടത്തുക. ഈ KSUക്കാർ, യൂത്ത് കോൺഗ്രസ്സുകാർ പിള്ളേരെ നവകേരള യാത്രയ്ക്ക് ഇടയ്ക്ക് ഞങ്ങളും മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റിക്കാരും കൂടെ ചേർന്ന് ഇടിച്ച് പഞ്ചറാക്കിയ കേസുകളുണ്ടല്ലോ, പ്രത്യേകിച്ച് ആലപ്പുഴേ. അതൊക്കെ നമ്മളങ്ങ് തള്ളിവിട്ടതാ. അവന്മാർക്കിട്ട് തല്ലിയവർക്ക് ഞങ്ങൾ പ്രൊമോഷൻ കൊടുത്തതാ. ഇപ്പോൾ അതിൻ്റെ പുനരന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. ഇനി അതിൻ്റെ പിന്നാലെ നടക്കണം. അതുപോലെ തന്നെ നമ്മുടെ പഴയ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആക്രമിച്ചു, കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് KSUക്കാർ പിള്ളേർക്കെതിരായിട്ട് കേസെടുത്തു. അത് വീണ്ടും അന്വേഷണം നടക്കുന്നു. പിന്നെ പിണറായി വിജയൻ കയറി വിമാനത്തിൽ 2-3 യൂത്ത് കോൺഗ്രസ്സുകാർ കയറിയിട്ട് മുദ്രാവാക്യം വിളിച്ചല്ലോ. അപ്പോൾ ഞങ്ങളെന്തെടുത്തു? വിമാനത്തിനുള്ളിൽ വെച്ച് മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഇവന്മാർക്കെതിരെ കേസെടുത്തു. അതിപ്പോൾ അത് വീണ്ടും അന്വേഷിക്കുക. മാത്രമാണോ നമ്മുടെ കണ്ണൂരിലെ ADM നവീൻ ബാബു, അദ്ദേഹം ആത്മഹത്യ ചെയ്ത സംഭവമില്ലേ? അതിൻ്റെ പിന്നിലെ കാരണക്കാരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിലുള്ള മുഴുവൻ പേർക്കും അറിയാം. പക്ഷേ അതിനുമേൽ നടപടിയൊന്നും ഉണ്ടായില്ല. പാർട്ടിയിൽ നിന്ന് അങ്ങോട്ട് മാറ്റി നിർത്തിയെന്നല്ലാതെ വേറെ നടപടിയൊന്നും ഉണ്ടായില്ല. അതിപ്പോൾ അന്വേഷിക്കുക. അങ്ങനെ ഞങ്ങൾക്കിട്ട് ഓരോ പണികൾ തന്നുകൊണ്ടിരിക്കുക. ഏറ്റവും വലിയ പണി എന്ന് പറഞ്ഞാൽ പ്രിയദർശിനി ബസ് സർവീസാണ്. സ്ത്രീകൾക്ക് ആ ബസ്സുകളിലൊക്കെ സൗജന്യമായിട്ട് യാത്ര ചെയ്യാം. പെണ്ണുങ്ങൾ വലിയ സന്തോഷത്തിലാണ്. ഈ പ്രത്യേകിച്ച് വീടുകളിൽ ജോലി ചെയ്യാൻ പോകുന്നവർ, കശുവണ്ടി തൊഴിലാളികൾ, തൊഴിലുറപ്പ് പദ്ധതിക്ക് വരുന്നവർ, ആശാവർക്കർമാർ, ഇവരൊക്കെ വലിയ സന്തോഷത്തിലാണ്. അവർക്ക് ഒരു ദിവസത്തെ വണ്ടിക്കൂലി ലാഭമാണ്. ചിലർക്ക് 10-200 രൂപ വരെ ദിവസം ലാഭം കിട്ടുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് തന്നുകൊണ്ടിരുന്ന പണിയാണ്. പക്ഷേ ഈ പണിയുണ്ടല്ലോ, നമ്മുടെ വരുമാന മാർഗ്ഗമല്ലയോ നിലച്ചു പോയത്? അല്ലെങ്കിൽ ഞങ്ങളാണ് ഈ പെൻഷനൊക്കെ തരുന്നത് എന്ന് ഈ പാവപ്പെട്ട ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ളൊരു അവസരമല്ലയോ ഇല്ലാതായിപ്പോയത്? അതിപ്പം ബാങ്ക് വഴി ആക്കിയിരിക്കുക. ഉമ്മൻചാണ്ടി സർക്കാർ ഇതൊന്ന് പൊളിക്കാൻ നോക്കിയതാണ്, ഈ ബാങ്ക് വഴിയുള്ള വിതരണം. അദ്ദേഹം പോസ്റ്റ് ഓഫീസ് വഴിയാക്കാൻ നോക്കി. മണി ഓർഡർ അയച്ചാൽ മതിയല്ലോ. മണി ഓർഡർ ഇപ്പോൾ ആരാണെങ്കിലും വീട്ടിൽ പിന്നെ രോഗാവസ്ഥയിലിരിക്കുന്ന ആളാണെങ്കിലും പ്രായമുള്ള ആളാണെങ്കിലും ആരാണെങ്കിലും അങ്ങോട്ട് കൊണ്ടു കൊടുക്കും. പക്ഷേ ഞങ്ങളത് പൊളിച്ചു. അത് സമ്മതിക്കാൻ പറ്റത്തില്ലല്ലോ. ഈ തപാൽ വകുപ്പിലൊക്കെ ഞങ്ങളുടെ യൂണിയൻകാരാണല്ലോ കേരളത്തിൽ ഭൂരിപക്ഷം. അവരെ ഉപയോഗിച്ച് ഞങ്ങളത് അട്ടിമറിച്ചെന്നേ. അത് നടന്നില്ല. പിന്നല്ലയോ ഞങ്ങളുടെ സർക്കാർ വന്നപ്പോൾ ഈ ഏർപ്പാട് കൊണ്ടുവന്നത് സഹകരണ സംഘം വഴി അവിടുന്ന് ആൾ പോയി നേരിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു ഏർപ്പാടുണ്ടായി. ഈ 2016 ഞങ്ങൾ അതിന് മുമ്പായിട്ട് ഒരു സർവേ നടത്തി. എല്ലാവരോടും ചോദിച്ചു, ഈ പെൻഷൻ കിട്ടുന്നവരോട്, നിങ്ങൾക്ക് നേരിൽ തരുന്നതാണോ ബാങ്ക് വഴി തരുന്നതാണോ സൗകര്യം? ചേട്ടാ, നമ്മൾ വീട്ടിലിരിക്കുമ്പം അതുവഴി പൈസ കൊണ്ട് തരികയാണെങ്കിൽ, നേരെ കൊണ്ട് തരികയാണെങ്കിൽ നല്ല ഏർപ്പാടാണല്ലോ. അങ്ങനെ പലരും സമ്മതിച്ചു. ഭൂരിപക്ഷം പേരും അതങ്ങ് സമ്മതിച്ചു. പക്ഷെ അവർക്കറിയത്തില്ലല്ലോ ഇതിനെ പിന്നിലെ രാഷ്ട്രീയം. അതിൽ നിന്നൊരു കമ്മീഷൻ പോകുന്നത്
മുഴുവൻ തുകയും കിട്ടുന്നില്ല എന്നുള്ളത് അവർക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് അവർ പലരും അങ്ങ് സമ്മതിച്ചു. എന്നിട്ട് അതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഈ സഹകരണ സംഘം വഴി ഏർപ്പാട് ഉണ്ടാക്കിയത്. ഇപ്പോൾ അതാ സതീശന് അതിൻ്റെ കടയ്ക്കൽ കത്തിവെക്കുമെന്നാണ് തോന്നുന്നത്. എന്തായാലും നടപ്പാക്കുന്ന അല്പം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് കേട്ടു. അതുപോലെ നടപ്പാക്കാൻ വന്നാൽ നമുക്ക് അതിനെ എതിർക്കാതിരിക്കാൻ പറ്റത്തില്ല. അളമുട്ടിയാൽ ചേര പോലും കടിക്കും. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ. ഇതിൽ സഹകരണ സംഘങ്ങൾക്ക് നല്ല ലാഭമായിരുന്നു. അതായത് ഈ അവിടേക്ക് വരുന്ന പണം മുഴുവനൊന്നും വിതരണം ചെയ്യത്തില്ല, കുറേയൊക്കെ മിച്ചം വരും. അതൊന്നും അവർ തിരിച്ച് ഖജനാവിലോട്ട് കൊടുക്കത്തില്ല, സ്വന്തമായിട്ട് അവരുടെ അക്കൗണ്ടിലങ്ങ് വെക്കും. അക്കൗണ്ടിൽ വെക്കുകയാണോ വലിയ അടിച്ചു മാറ്റുകയാണോ അത് നമുക്കറിയത്തില്ല. എന്താണെങ്കിലും പല ബാങ്കുകാരും കൃത്യമായിട്ട് ബാക്കി പണം കൊടുക്കത്തില്ലായിരുന്നു. അതും ഒരു കാരണമാണ്. മനസ്സിലായില്ലേ? ഈ ബാങ്ക് വഴിയാക്കുമ്പം അങ്ങനത്തെ പ്രശ്നമില്ലല്ലോ, അവിടുത്തെ അക്കൗണ്ടിൽ കിടന്നോളുമല്ലോ. ആളുകൾ വന്ന് എടുത്തില്ലെങ്കിൽ അവിടുത്തെ അക്കൗണ്ടിൽ കിടന്നോളും. 66.17 ലക്ഷം ആളുകൾ ഈ പെൻഷൻ വാങ്ങുന്നുണ്ട്. അതാണ്ട് 900 കോടി മുതൽ 1050 കോടി വരെ വരുമെന്നാണ് കണക്ക്. അപ്പോൾ ഇതിലൊത്തിരി പ്രായമായ ആളുകളുണ്ട്. പിണറായി വിജയനൊക്കെ അതാ പറയുന്നത്. MV ഗോവിന്ദൻ മാഷുമൊക്കെ പറഞ്ഞു 80ഉം 90ഉം ഒക്കെ വയസ്സുള്ളവർക്ക് എങ്ങനെയാണ് പിന്നെ ബാങ്കിൽ ചെന്ന് മാറാൻ പറ്റുക? അതിനൊക്കെ വേറെ കാര്യങ്ങളുണ്ടല്ലോ. അത് വേണമെങ്കിൽ ATM കാർഡ് വഴി അവരുടെ മക്കൾക്ക് വാങ്ങാവുന്നേ ഉള്ളൂ. അപ്പോൾ പറയുന്നത് ഈ മക്കൾ വാങ്ങുന്നതും അബദ്ധമാണെന്നാണ്. കാരണം അത് ഈ അവകാശപ്പെട്ട ആളുകൾക്ക് കിട്ടത്തില്ലെന്ന്. ചേട്ടാ, 80ഉം 90ഉം വയസ്സായിട്ട് രോഗക്കിടക്കയിൽ കിടക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തികൾ, അവിടെയൊക്കെ കാര്യങ്ങൾ നോക്കുന്നത് മക്കളല്ലേ? അല്ലെങ്കിൽ തന്നെ അവരുടെ കയ്യിൽ ഈ പണം കിട്ടിയാലും മക്കളല്ലേ അതൊക്കെ ഉപയോഗിക്കുന്നത്, അല്ലാതെ ഈ പ്രായമായ ആളുകളല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഓരോ തൊഴിയായങ്ങൾ ഞങ്ങൾ പറയുന്നുണ്ട്. പിണറായി വിജയൻ സഖാവും MV ഗോവിന്ദൻ സഖാവും ഒക്കെ അത് പറയുന്നുണ്ട്. കാര്യങ്ങൾ എന്തൊക്കെയാണേലും ഞങ്ങളിത് സമ്മതിച്ചു തരാൻ പോകുന്നില്ല. പറ്റത്തില്ല. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. വീട്ടിലിങ്ങനെ പ്രായമായിട്ടിരിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ 1% കമ്മീഷൻ പോകാതെ, അല്ലെങ്കിൽ ആരെങ്കിലും വെട്ടുപനി അടിക്കാതെ മുഴുവൻ തുകയും കിട്ടി അത് മക്കൾ വഴി ചിലവാക്കുന്നതായിരിക്കും അവർക്ക് നല്ലത്, അല്ലയോ? അതൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ സമ്മതിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ സമരത്തിന് തന്നെ തയ്യാറായിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ സമരത്തിൻ്റെ ഒരു മൂഡിലാണ് കേട്ടോ. സമരം മൂടെന്ന് പറയുകയല്ലേ. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾ ഈ അധികാരത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും ഈ ധൂർത്തിൻ്റെയൊക്കെ ഒരു വഴിയിൽ, ആ അധികാരം നൽകുന്ന ഒരു ശീതളഛായയിൽ അങ്ങനെ സുഖമായിട്ട് കഴിയുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ അതാ UDF-കാരന്മാർ അവർ ഈ സ്റ്റേറ്റ് കാറയിലൊക്കെ നടക്കുന്ന കാണുമ്പോൾ അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഈ യൂത്തന്മാരുണ്ടല്ലോ, അവർ ഈ സെക്രട്ടേറിയറ്റിലൊക്കെ എങ്ങനെ കയറി ഇറങ്ങി നടക്കുക, മന്ത്രിമാരുടെ ആഫീസിലും അതുപോലെ തന്നെ സർക്കാർ ആഫീസിലും. അവന്മാരുടെ ഒരു വിളയാട്ടമാണെന്നേ. അത് കണ്ടിട്ടങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ പിണറായി സഖാവ് 10-40 വണ്ടികളുടെ അകമ്പടിയോടെയാണ് സഞ്ചരിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഈ പൂക്കി മുഖ്യമന്ത്രി ഒരു 3 വണ്ടി, അദ്ദേഹത്തിൻ്റെ മുമ്പിലൊരു പോലീസ് വണ്ടി, പുറകിലൊരു എസ്കോർട്ട് വണ്ടി മതി, ഒരു കുഴപ്പമില്ല. അതൊക്കെ സതീശനാകും. അതുപോലാണോ ഞങ്ങളുടെ മുഖ്യമന്ത്രി? കാരണഭൂതർ. അദ്ദേഹത്തിൻ്റെ അകത്ത് ഒരു തരി മണൽ വീഴാൻ പാടില്ല, അതായിരുന്നു നിശ്ചയം. അതുകൊണ്ടാണ് ഇത്രയും അകമ്പടി വേണ്ടി വരുന്നത്. പക്ഷേ ഇപ്പോൾ ചിലരൊക്കെ ആക്ഷേപിക്കുന്നുണ്ട്, ഈ അകമ്പടിയൊന്നുമില്ലാതെ പിണറായി വിജയൻ സഞ്ചരിക്കുന്നുണ്ടല്ലോ, ട്രെയിനിൽ പോകുന്നുണ്ട്, കാറിൽ പോകുന്നുണ്ട്. അതുമാത്രമല്ല, ഈ നവകേരള യാത്ര നടന്നപ്പോഴേ ബസ്സിൻ്റെ സ്റ്റെപ്പ് കയറാൻ വരാമെന്നും പറഞ്ഞ് സഞ്ചരിച്ച ആഡംബര വാഹനം, കോടികൾ മുടക്കി ഉണ്ടാക്കിയ ആ വാഹനമുണ്ടല്ലോ, അതിന്മേലെ ഞങ്ങൾ ലിഫ്റ്റ് ഘടിപ്പിച്ചതാണ്, ഓർമ്മയുണ്ടല്ലോ. അതുപോലെ ഈ സ്കൂളിലേക്കൊക്കെ കടക്കുമ്പം, അല്ലെങ്കിൽ ഈ ആളുകളെ കാണുന്ന സമ്മേളന വേദിയിലേക്ക് പോകുമ്പോൾ നടക്കാൻ പാടില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഗേറ്റിന് പുറത്ത് വണ്ടി നിർത്തി അവിടെ ഇറങ്ങി ഈ സമ്മേളന സ്ഥലത്തേക്ക് നടന്നു പോവുക. അത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങളെന്താ ചെയ്തത്? പല കെട്ടിടങ്ങളുടെയും സ്കൂളുകളുടെയും അതുപോലെ സർക്കാർ സ്ഥാപനങ്ങളുടെയൊക്കെ മതിലങ്ങിടിച്ചു. ഈ ആഡംബര വാഹനമുണ്ടല്ലോ, കാസർഗോഡ് മുതൽ ഈ രാജകീയ യാത്ര നടക്കുകയല്ലേ. അപ്പോൾ ആ വാഹനത്തിന് കടന്നു ചെല്ലത്തക്ക രീതിയിൽ ഞങ്ങൾ പല സർക്കാർ കെട്ടിടങ്ങളുടെയും സ്കൂളുകളടക്കം മതിൽ പൊളിച്ചു. ഇപ്പോൾ ദാ നമ്മുടെ മുഖ്യമന്ത്രി കാണുമ്പോൾ ഞങ്ങൾക്കും സങ്കടമുണ്ട് കേട്ടോ. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റെപ്പൊക്കെ ഒരു വിഷമവും കൂടാതെ ഇറങ്ങി വരുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ അകമ്പടിയില്ലാതെ കാറിൽ സഞ്ചരിക്കുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. അതവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് ഞങ്ങൾ ഈ സമരം മൂഡിലാണെന്ന് പറഞ്ഞല്ലോ, തുടങ്ങിക്കഴിഞ്ഞു. സാധാരണഗതിയിൽ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ പുതിയ മന്ത്രിമാരാണ്, വളരെ ചുരുക്കം ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും
പുതുമുഖങ്ങളാണ്, ഈ മന്ത്രിസഭയിൽ അല്ലെ ഭരണരംഗത്ത് പുതുമുഖങ്ങളാണ്. അവരിതുമായിട്ടൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വരുന്നത് വരെ ഒരു സമയം കൊടുക്കേണ്ടതാ. അതൊന്നും കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല. ഞങ്ങൾ എന്നേ സമരം തുടങ്ങിക്കഴിഞ്ഞെന്നേ. സമരത്തിന് പക്ഷേ കാരണങ്ങൾ കിട്ടുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ കയറി, അത് ഹെലികോപ്റ്റർ വലിയ ആഡംബരമാണെന്ന് പറഞ്ഞിരുന്നതാണ്. അതൊക്കെ ഞങ്ങൾ കാരണമാക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഹെലികോപ്റ്റർ ഞങ്ങളുടെ സർക്കാരിൻ്റെ കാലത്ത് വലിയ തുക പ്രതിമാസം കൊടുത്ത് വാടകയ്ക്ക് ഇട്ട് വെച്ചിരിക്കുക. അതിനൊരു നിശ്ചിത മണിക്കൂർ, 25 മണിക്കൂർ നിശ്ചിത സമയം പറന്നാൽ അതിന് പണമില്ല. അത് കഴിഞ്ഞാലേ പണമുള്ളൂ. അങ്ങനെയുള്ള ഫ്ലൈയിങ് അവേഴ്സ് ബാക്കി കിടക്കുമ്പോഴാണ് ഈ സതീശൻ ഈ ഹെലികോപ്റ്ററിൽ കയറി പോയത്. അത് ഞങ്ങൾക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല, പക്ഷേ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഹെലികോപ്റ്ററിൽ കയറി യാത്ര ചെയ്യുന്നത് ശരിയല്ല. ഞങ്ങളത് വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലും അതിന് പുറത്തും കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ പ്രതിഷേധവും എതിർപ്പും ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഈ സൈബർ സഹാക്കളൊക്കെ ഒന്ന് ഉഷാറായി കേട്ടോ. എല്ലാവരും നിരന്നിരുന്ന് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ എഴുതുകയും പറയുകയും റീലുകൾ ഇടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു ആവേശം തിരഞ്ഞെടുപ്പ് കാലത്തുണ്ടായിരുന്ന ചിലപ്പോൾ അങ്ങ് ജയിച്ചു പോയതേയും കേട്ടോ. പക്ഷെ ഒരു ആത്മവിശ്വാസമില്ലായിരുന്നു അന്ന് ഞങ്ങൾ ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ട് ഈ വീഴ്ചകളൊക്കെ മനസ്സിലാക്കി ഈ ഞങ്ങളുടെ പിണറായി സഖാവിൻ്റെ ധിക്കാരവും ധാർഷ്ട്യവും അഹങ്കാരവും കണ്ട് ഞങ്ങളങ്ങ് മനമെടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ, ഈ 102 സീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും സമര സജ്ഞനായിട്ട് നിൽക്കുക. ഞങ്ങൾ സാധാരണ പ്രവർത്തകർ, അതുപോലെ സൈബർ പോരാളികൾ, അവരെല്ലാം റെഡിയാണ്. സ്വിച്ചിട്ടാൽ മതി. ഞങ്ങൾ പാർട്ടി പറയുന്നത് അല്ലെങ്കിൽ നേതാക്കന്മാർ പറയുന്നത് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുക. പറഞ്ഞല്ലോ, കാരണമില്ല. ഹെലികോപ്റ്റർ യാത്ര അല്ലെങ്കിൽ ആ പത്രസമ്മേളനത്തിൽ കൈരളിയുടെയും ദേശാഭിമാനിയുടെയും ലേഖകന്മാരുടെ ചോദ്യങ്ങൾക്ക് മുഴുവൻ മറുപടി പറയുന്നില്ല. സാധാരണ അവരാ മുഴുവൻ ചോദ്യവും ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? മറ്റുള്ളവർ ഒരു ചോദ്യം ചോദിക്കാൻ അവർ സമ്മതിക്കത്തില്ല. പ്രത്യേകം പഠിപ്പിച്ചു വിട്ടിരിക്കുകയില്ലയോ. പക്ഷേ ഇപ്പോൾ സതീശൻ പറയും, നിങ്ങൾ 2 ചോദ്യം ചോദിച്ചല്ലോ, മതി, ഇനി മറ്റുള്ളവർ ഒന്ന് ചോദിക്കട്ടെ. ഇതിൻ്റെ പേരിലൊക്കെ ഞങ്ങളുടെ പ്രതിഷേധം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉയർത്തുന്നുണ്ട്. അതായത് കൈരളിയുടെയും ദേശാഭിമാനിയുടെയും ലേഖകരെ നോക്കി പുച്ഛഭാവത്തിൽ ചിരിച്ചു, ഒരു പരിഹാസ സ്വരത്തിലാണ് ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതെന്നൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഏക്കത്തില്ലല്ലോ. ജനങ്ങൾക്കതൊന്നും പോരല്ലോ. ഇപ്പോൾ തന്നെ മഴ വന്നു, സർക്കാരിന് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ മുഖ്യമന്ത്രി ആ ദിവസം ഹെലികോപ്റ്ററിൽ പോയെന്നും പറഞ്ഞ് നമ്മൾ മനസ്സിലായില്ലേ പ്രതിഷേധം ഉയർത്തിയിരിക്കുക. ഈ മുതലപ്പുഴയിൽ അവിടെയും ചില സങ്കടകരമായ കാര്യങ്ങളുണ്ട്. അവിടെ എന്താ സംഭവിച്ചത്? അവിടുത്തെ പുലിമുട്ടുകൾ ഞങ്ങളുടെ സർക്കാരിൻ്റെ കാലത്ത് നിർമ്മിച്ചത് ശാസ്ത്രീയമായിട്ടല്ല. അതാണ് അവിടുത്തെ പ്രശ്നം. അപ്പോൾ ഈ ഗവൺമെൻറ് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അക്കാര്യത്തിലൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ അവിടെയും ഞങ്ങൾ ചെയ്യാവുന്ന കുത്തിത്തിരിപ്പുകളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ പത്തനംതിട്ട ജില്ലയിലും മറ്റ് പ്രളയബാധിത പ്രദേശങ്ങളിലും മുഖ്യമന്ത്രി വന്നത് താമസിച്ചു പോയി എന്നൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങളിപ്പോഴും മറന്നിട്ടൊന്നുമില്ല ഈ ഓഖി വന്നപ്പോൾ. ഓഖി ദുരന്തം ഉണ്ടായല്ലോ. ഈ തിരുവനന്തപുരത്ത് നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ മൂക്കിന് താഴെയാണ് അത് ഉണ്ടായത്. അവിടേക്ക് പോലും നമ്മുടെ മുഖ്യമന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയില്ല. ഇതൊന്നും ഞങ്ങൾ ഓർക്കഞ്ഞിട്ടല്ല. രാഷ്ട്രീയമാകുമ്പോൾ ചില കാര്യങ്ങൾ മറക്കണമല്ലോ. അന്ന് അവസാനം വലിയ പരാതിയായപ്പോൾ കടപ്പുറത്തേക്ക് പിണറായി വിജയൻ പോയി. അവിടെ വെച്ച് ആളുകൾ തടഞ്ഞു. മനസ്സിലായില്ലേ? പിന്നെ മറ്റൊരു മന്ത്രിയുടെ കാറിൽ കയറിയാണ് സെക്രട്ടേറിയറ്റിലേക്ക് രക്ഷപ്പെട്ടു പോയത്. അപ്പോൾ ഞങ്ങൾ ചെയ്യാവുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കൽ LPST റാങ്ക് ഹോൾഡർമാർ അവർക്ക് നിയമനം കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളവർ സമരം തുടങ്ങിയപ്പോൾ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചു. ഞങ്ങളുടെ നേതാക്കന്മാർ അവിടെ ചെന്നു. ഞങ്ങൾ വരും ദിവസങ്ങളിൽ ഞങ്ങളൊരു ഇഷ്യൂ ആക്കും. അതേസമയം കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് എത്രയോ റാങ്ക് ലിസ്റ്റിലുള്ളവർ ഇവിടെ വന്ന് വെയിലത്ത് കിടന്നതാ. എത്ര റാങ്ക് ലിസ്റ്റുകൾ. അവർ ശയന പ്രദക്ഷിണം നടത്തി, അവർ മുട്ടുകാലിൽ നിന്നിട്ട് സമരം നടത്തി. ആ ഭാഗത്തേക്ക് ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങൾക്കറിയാമത്. അന്ന് പക്ഷേ പിണറായി വിജയനാണ് ഭരിക്കുന്നത്. ആശാസമരം ഞങ്ങളതിനെ അധിക്ഷേപിച്ച് ഇല്ലാതാക്കാൻ നോക്കി. സമരത്തോട് യാതൊരു തരത്തിലുള്ള അനുഭാവം പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, അതിനെ ഞങ്ങൾ പരിഹസിച്ച് പറ്റുമെങ്കിൽ അവരെ എഴുന്നേൽപ്പിച്ച് വിടാനാണ് നോക്കിയത്. ഇനി ആ കളിയൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരത്തിലൊക്കെ സജീവമായിട്ട് പങ്കെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി സമരത്തിൻ്റെ നാളുകളാണ്, യാതൊരു സംശയമില്ല. അക്കാര്യത്തിൽ നമ്മുടെ പെൻഷൻ വിഷയം എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ഗോവിന്ദ സാഹു പറഞ്ഞു കഴിഞ്ഞു.
പെൻഷൻ വാങ്ങുന്ന 66 ലക്ഷം പേരെയും അണിനിരത്തും, സമരത്തിന് അണിനിരത്തും, സർക്കാരിനെതിരെ പ്രക്ഷോഭത്തിന് കൊണ്ടുവരുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്ഷണത്തിൽ അദ്ദേഹം പറയുന്നത് ഈ പെൻഷൻകാരിൽ ബഹുഭൂരിപക്ഷവും 70, 80, 90 വയസ്സുള്ളവരാണ്. അവർക്ക് ബാങ്കിലൊന്നും പോകാനുള്ള ആരോഗ്യമില്ല. അതുകൊണ്ട് വീട്ടിൽ പെൻഷൻ കൊടുക്കുകയാണ് വേണ്ടത് എന്നാണ് പറയുന്നത്. ആദ്യം പറഞ്ഞ എന്താ 69 ലക്ഷം പെൻഷൻകാരെയും സമരരംഗത്തേക്ക് അണിനിരത്തുമെന്ന്. അതൊക്കെ എങ്ങനെ കിടക്കും ഗോവിന്ദ സഖാവല്ലേ? എന്തായാലും ഞങ്ങളോട് ഈ ചെയ്തത് ബഹുമാനപ്പെട്ട സതീശ അങ്ങേയറ്റത്തെ തെറ്റായിപ്പോയി. ഞങ്ങൾ ഈ ED-ക്കാർ വന്ന പിണറായി വിജയൻ്റെ വീടിൻ്റെ മുമ്പ് പോയിട്ട് അവരെ തടയുകയും അവരുടെ വണ്ടി തകർക്കുകയൊക്കെ ചെയ്തു. എത്ര ദിവസമാണ് ഞങ്ങളുടെ സഖാക്കൾ ജയിലിൽ കിടന്നത്? ജാമ്യം കിട്ടാൻ എന്ത് പാടുപെട്ടു. അതൊക്കെ ഞങ്ങൾ സഹിക്കും. പക്ഷേ ഈ പണി, ഞങ്ങളുടെ വെള്ളം കൂടി മുട്ടിച്ചത്, ഞങ്ങളുടെ വയറ്റത്തടിച്ചത്, അത് ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. സമരമെങ്കിൽ സമരം തന്നെ.